السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം ചൊരിച്ചു കിട്ടുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ആദരവ് നൽകപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് മുഴുവനും സ്വർഗത്തിൽ കടക്കാൻ, പാപങ്ങൾ പൊറുക്കപ്പെടാനും കാരണമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട ലോകത്തിന് മുഴുവനും അമ്പിയാക്കൾ അവരുടെ ഭൗതികമായ വേർപാടോടുകൂടി അവർക്ക് പിന്നെ ഇവിടെ ഈ ലോകത്ത് നടക്കുന്ന വിഷയങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് വാദിക്കുന്ന പുത്തൻവാദികൾക്ക് കൃത്യമായി മറുപടി നൽകാൻ ആവശ്യമായ മാസമായ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് ഖുർആൻ പറഞ്ഞ 4 പ്രധാന മാസങ്ങളിൽ ഒന്നായ വർഷത്തിന്റെ തുടക്കത്തിൽ മുഹറമും അവസാനത്തിൽ ദുൽഖഅദും ദുൽഹജ്ജും അതിനിടയിൽ റജബും, ഇങ്ങനെയാണ് 4 സുപ്രധാനമായ മാസങ്ങൾ. നമ്മിലേക്ക് ആഗതമായി നമ്മളെല്ലാം അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു സന്ദർഭത്തിലാണ്
ഇന്ത്യ രാജ്യത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിൽ വളരെ മുൻപന്തിയിലുണ്ടായ എല്ലാ വിഭാഗം ജനങ്ങളും അന്നും ഇന്നും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ധാരാളം കറാമത്തുകൾ പ്രകടമായ ഖാജാ മുഈനുദ്ദീൻ അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ അടക്കം അനുസ്മരിക്കപ്പെടുന്ന ഈ മാസം നമ്മുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വൈജ്ഞാനിക പ്രചരണ രംഗത്ത് എത്രയോ ദശകങ്ങൾ സ്തുത്യർഹമായ സേവനം ചെയ്ത രണ്ട് മഹത്തുക്കൾ നമ്മൾ കാണുകയും പരിചയപ്പെടുകയും സദസ്സുകളിൽ പങ്കെടുക്കുകയും പൊരുത്തം ആഗ്രഹിക്കുകയും ചെയ്ത മർഹൂം താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹു, നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദിർ ഉസ്താദ് അവറുകൾ നവറല്ലാഹു മർഖദഹു, അവരെയെല്ലാം അനുസ്മരിക്കുന്ന ഒരു അനുഗ്രഹീതമായ സദസ്സിലാണ്, അനുഗ്രഹീതമായ മാസത്തിലാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് സംഘടിപ്പിച്ചവരിൽ നിന്നും ഇവിടെ പങ്കെടുത്തവരിൽ നിന്നും ഇതിനുവേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രവർത്തിച്ചവർ എല്ലാവരിൽ നിന്നും നമ്മിൽ നിന്നും ഈ മഹത്തായ അമൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മുസ്ലിമീങ്ങൾ പരസ്പരം രണ്ട് കൈ പോലെയാകണം. രണ്ട് കൈയിന്റെ സ്വഭാവം എന്താണ്? ഇടത് കൈക്ക് ഒരു സ്ഥലത്ത് കുത്തിപ്പോയി പരിക്ക് പറ്റിയാൽ വലത്തേ കൈ അവിടെ തടകി ഇങ്ങനെ അതിന്റെ വേദന ശമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനാവശ്യമായ മരുന്ന് വെച്ച് കൊടുക്കും. അങ്ങനെ വലത്തേ കൈ അതിനോട് സഹകരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു കൈ മറ്റേ കൈയിനോട് എതിർപ്പ് കാണിക്കുകയും ശത്രുത കാണിക്കുകയും അല്ല, മറിച്ച് ഓരോ കൈകളും മറ്റേ കൈയിന് വേണ്ടത് ചെയ്തു കൊടുക്കുകയാണ് രണ്ട് കൈകളും ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾ കലിയദൈനി, നിങ്ങൾ രണ്ട് കൈകളെ പോലെയാകണം. ഒരിക്കലും ഇടത്തെ കൈയിനെ കുത്തി വേദനിപ്പിക്കാനല്ല വലത്തെ കൈ ശ്രമിക്കുന്നത്, വലത്തെ കൈയിന്റെ മേലെ വൃത്തികേട് വാരിയിടാനല്ല ഇടത്തെ കൈ ശ്രമിക്കുന്നത്, മറിച്ച് ഈ രണ്ട് കൈകളും സന്തോഷപൂർവം ആരോഗ്യത്തോടുകൂടി വൃത്തിയോടുകൂടി മുന്നോട്ട് പോകാനാണ് രണ്ട് കൈകളും പരസ്പരം സഹകരിക്കുന്നത്. ഒരു കൈക്ക് മാത്രം ഒരു കാര്യം ചെയ്താൽ വിജയിക്കുകയില്ല എന്ന് തോന്നുമ്പോൾ രണ്ട് കൈകളും ഒരുമിച്ച് നിൽക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഉളുവെടുക്കുന്ന സമയത്ത് നമുക്ക് മുഖം കഴുകണം. അതിന് വെള്ളമെടുക്കുമ്പോ ഒറ്റ കൈയിൽ വെള്ളമെടുത്താൽ മുഖം മുഴുക്കെ കഴുകി വൃത്തിയാക്കാൻ മാത്രമുള്ള വെള്ളം നമുക്ക് കോരിയെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആ സമയത്ത് രണ്ട് കൈയും ഒരുമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആവശ്യമുള്ള വെള്ളം കോരിയെടുക്കാൻ സാധിക്കും. എന്നാൽ ഒരു മാവിന്റെ മേലെയുള്ള മാങ്ങ, ഇവിടെ മാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, മാവ് തന്നെ പറയാം, മാവിന്റെ മേലെയുള്ളൊരു മാങ്ങ, അതൊരു കല്ലെടുത്ത് എറിഞ്ഞ് ആ മാങ്ങ താഴെ തള്ളിയിടണം എന്ന് വിചാരിക്കുമ്പോൾ
രണ്ട് കൈയും കൂട്ടിയിട്ട് ആരും എറിയലില്ല. മറിച്ച് ഒറ്റ കൈ കൊണ്ടെറിഞ്ഞാലേ സ്പീഡ് ഉണ്ടാവും. രണ്ട് കൈ കൊണ്ട് കൂട്ടി എറിഞ്ഞാൽ അവിടെ സ്പീഡ് കിട്ടില്ല. അപ്പോൾ ഒറ്റക്കൊറ്റക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റക്കൊറ്റക്ക് ചെയ്യും, കൂടി നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി നിന്നുകൊണ്ട് ചെയ്യും. ഇങ്ങനെയാണ് അൽ-അഖ്വാനിക്കൽ യദൈനി, രണ്ട് സഹോദരന്മാർ രണ്ട് കൈകളെ പോലെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇവിടെ നമ്മുടെ ഹസൈന അമാനി, അല്ലാഹു അദ്ദേഹത്തിനും നമുക്കും അതേപോലെ ഇവിടെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാവർക്കും, ഇവിടെ പങ്കെടുത്തവർക്കും എല്ലാം ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ അവർ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ കക്ഷികൾ ഒന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു ആ നിലക്കാക്കി തരട്ടെ. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം അംഗീകരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ ഉണ്ടെങ്കിൽ തന്നെ അവരെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ അൽ-അഖ്വാനിക്കൽ യദൈനി, രണ്ട് സഹോദരന്മാർ ഒരു ശരീരത്തിന്റെ രണ്ട് കൈകൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നീങ്ങുന്നു എന്നത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലുത് അവരുടെ ഈമാനാണ്. മറ്റുള്ളതെല്ലാം അവർക്ക് അതിന്റെ താഴെയാണ്. ഒരാൾ ശാരീരികമായി ആരോഗ്യം കുറഞ്ഞു പോയാൽ അദ്ദേഹത്തിന് ഓടാനും ചാടാനും മറ്റും ചിലപ്പോൾ സാധിക്കുകയില്ല. അതേപോലെ ചിലപ്പോൾ നടക്കാൻ കഴിയില്ല. ചിലപ്പോൾ ആരോഗ്യമുള്ളവൻ കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ആരോഗ്യമുള്ളവൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല. പക്ഷേ ആ രോഗിയുടെ രോഗം എല്ലാവരും കൊണ്ട് നോക്കും. ഇതൊരു റോഡാണ്, റോട്ടും കൂടി ഇങ്ങനെ ഓട്ടോറിക്ഷ പോകും, പിന്നെ കുറച്ച് കഴിയുമ്പം കാറ് പോകും, പിന്നെ അങ്ങനെ പലതും പോകും. ട്രെയിന് പിന്നെ ഇതിൽ പോകാറില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം റെയിലല്ലാത്തതുകൊണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതല്ല ഇങ്ങനെ എപ്പോഴും പോകുന്ന സാധനം അങ്ങനെ പോകും. പ്രസംഗം ഇപ്പം മാത്രമേ ഉണ്ടാവും. മറ്റൊക്കെ ഇൻഷാല്ലാ ഓട്ടോറിക്ഷ നമുക്ക് നാളെ കാണാം, കാറ് മറ്റന്നാൾ കാണാം. അപ്പൊ അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. തിരിഞ്ഞു നോക്കുന്നവന് എത്തിച്ചേരൂല്ല. അവർ പറഞ്ഞു കൊടുത്ത വാചകമാണ്, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കൽ ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തദാവു, നിങ്ങൾ മരുന്ന് കഴിക്കണം, ചികിത്സ നടത്തണം. ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, നിങ്ങൾ ചികിത്സ നടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനോ സാധാരണ നേതാവോ അല്ലല്ലോ. മനുഷ്യന് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുത്ത റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ ഖലായിഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സ നടത്തണം എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ചികിത്സ വേണം. ഇതേപോലെ കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, പട്ടിണി കിടക്കാൻ പാടില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കണം. വസ്റബു, നിങ്ങൾ പാനീയങ്ങൾ കുടിക്കണം, കുടിക്കാൻ പറ്റുന്നത് കുടിക്കണം, തിന്നാൻ പറ്റുന്നത് തിന്നണം. കുലു വസ്റബു വലാ തുസ്രിഫു, തിന്നാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അതെ ഹലാലായത് കഴിക്കണം, ഹലാലല്ലാത്ത കഴിക്കാൻ പാടില്ല. വേറൊരുത്തന്റെ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പാടില്ല. വേറെ ഒരാളുടെ സമ്മതമില്ലാതെ ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇനി ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങിപ്പോകുമ്പോഴെങ്കിലും ക്യാഷ് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഏതോ ഒരു മുസ്ലിയാർ, ഒന്നല്ല ഒന്നിലധികം മുസ്ലിയാമാര്
ഒരിക്കൽ പ്രസംഗിച്ചിരുന്നു. എന്ത് മഹാനായ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇറങ്ങിപ്പോയി. അപ്പൊ പീഡിയക്കാരൻ പിടിച്ചു വെച്ച് ഷർട്ടുമുടോ കൈപ്പിച്ചു വെച്ചു എന്ന് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, ഇത് CM വലിയുള്ളാഹി അവരുടെ നിസ്സാരപ്പെടുത്താൻ അങ്ങനെ പറയാൻ പാടില്ല. ചിലർക്ക് എങ്ങനെയാ ബഹുമാനിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ, എങ്ങനെയാ ബഹുമാനം പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. എന്തെല്ലോ പറയാൻ, കേൾക്കുന്നൊക്കെ പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേൾക്കുന്നൊക്കെ പറഞ്ഞാൽ കളവ് സംഭവിക്കും. കേൾക്കുന്നൊക്കെ പറയാൻ പാടില്ല. മറിച്ച് ഒരു വിഷയത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഒരു കാര്യവും പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ പ്രസംഗിച്ച ഒരാളുടെ ടെലിഫോൺ നമ്പർ വാങ്ങി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, നിങ്ങളെന്തെങ്ങനെ പറയാൻ, എന്താ തെളിവ് എന്ന് ചോദിച്ചു. അത് പറഞ്ഞ എല്ലാരും പറയുന്ന കേട്ട് ഞാനും പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല. നമ്മളിപ്പോ കേരള മുസ്ലിം ജമാഅത്ത് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഒരു പ്രമേയം അവതരിപ്പിച്ച് ഇൻഷാ അല്ലാഹ് വരുന്ന 1-ാം തീയതി ഉള്ളാളത്ത് നിന്ന് സിയാറത്ത് കഴിഞ്ഞ് ചെർക്കള വെച്ച് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഉസ്താദിന്റെ 3-ാം കേരള യാത്ര അത് നടത്തുന്നുണ്ട്. മനുഷ്യർക്കൊപ്പം എന്നാണ് അതിന്റെ പ്രമേയത്തിന്റെ പേര്. മനുഷ്യർക്കൊപ്പം ഏതോ മനുഷ്യന്മാര് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അവരെ കൂടെ കൂടുക എന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജാതി മത വ്യത്യാസമന്യേ എല്ലാ മനുഷ്യർക്കും ഉപകാരം ചെയ്യുക, എല്ലാവർക്കും നല്ലത് ചെയ്തു കൊടുക്കുക എന്നാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഏതെല്ലോ മനുഷ്യന്മാർ നടക്കുമ്പോൾ നമ്മൾ അവർക്കൊപ്പം നടക്കുക എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല. ഞാൻ എന്റെ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഏതെങ്കിലും മനുഷ്യർക്കൊപ്പം നിന്നാലും നിന്നില്ലെങ്കിലും, അത് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തവരുണ്ട്. ഏതെങ്കിലും മനുഷ്യന്മാർക്കൊപ്പം നിന്നാലും നിന്നില്ലെങ്കിലും എന്ന് പറഞ്ഞതിനർത്ഥം മനുഷ്യർക്കൊപ്പം എന്ന ആ പ്രമേയം നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നല്ല. ഇപ്പൊ എല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. മറിച്ച് നമ്മളെല്ലാം തന്നെയാണ് ആ പ്രമേയം തെരഞ്ഞെടുത്തത്. ഞങ്ങൾ എല്ലാവരും കൂടി തെരഞ്ഞെടുത്ത പ്രമേയം. കാരണം മനുഷ്യൻ വർഗീയവാദിയാകാൻ പാടില്ല, മനുഷ്യൻ അക്രമകാരിയാകാൻ പാടില്ല, മനുഷ്യൻ പരസ്പരം വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്നവനാകാൻ പാടില്ല. മറിച്ച് മനുഷ്യൻ പരസ്പരം സഹകരിക്കുകയും ഉപകാരം ചെയ്യുകയും ചെയ്യുന്നവനാകണം. അതാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ വിവേചനങ്ങളൊന്നും ഇല്ല. മനുഷ്യന് വലിയ ബഹുമാനമുണ്ട്. ഈ ഭൂമി തന്നെ വൽ അർള വദഅഹാ ലിൽ അനാം, മനുഷ്യന് വേണ്ടിയാണ് സ്ഥാപിച്ചത് എന്ന് അല്ലാഹു പറയുന്നു. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതൊക്കെയും മനുഷ്യരായ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പടച്ചതാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് അൽ ഖൽഖു ഇയാലുല്ലാഹി, സൃഷ്ടികൾ അല്ലാഹുവിന്റെ ആശ്രിതരാണ്. അതിനാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അൻഫഉഹും ലിഇയാലിഹി, അല്ലാഹുവിന്റെ ആശ്രിതരായ സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുന്ന, ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളാണ്. അങ്ങനെ മനുഷ്യർക്കൊപ്പം നിങ്ങൾ കണ്ടില്ലേ, നിമിഷപ്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ, അവൾ അങ്ങ് യമനിൽ കൊല്ലപ്പെടാൻ പോകുന്നു. കുറഞ്ഞ മണിക്കൂർ മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി. അവളെ മതം ഏതാണ് എന്ന് നോക്കിയില്ല. അവൾ നമ്മുടെ ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ കൊല്ലപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെട്ടു. ഇതാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിന്റെ ഒരു ചെറിയ ഉദാഹരണം. അവിടെ ആ സ്ത്രീ മുസ്ലിം അല്ലല്ലോ എന്ന് ശൈഖുനാ ചിന്തിച്ചില്ല. കാരണം എല്ലാ മനുഷ്യരോടും ദയയും കാരുണ്യവും എല്ലാ മനുഷ്യർക്കും നന്മയും ചെയ്യുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. വർഗീയതയില്ല, ഭീകരതയില്ല, തീവ്രവാദമില്ല. ഇതാണ് മനുഷ്യർക്കൊപ്പം. അല്ലാതെ ഇപ്പൊ ഈ അടുത്ത് കേരളത്തിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. കുറച്ച് സ്ത്രീകൾ റോട്ടുമ്പിൽ ഇറങ്ങിയിട്ട് ആണുങ്ങളെ കൂടെ നിന്നിട്ട് തുള്ളലോ തുള്ളൽ, ഭയങ്കര തുള്ളൽ.
അതും മനുഷ്യന്മാരാണല്ലോ. മനുഷ്യർക്കൊപ്പം നമ്മൾ പോയി തുള്ളു തന്നെ, ബാക്കിയുള്ള പെണ്ണുങ്ങളും പോയിട്ട് അവിടെ തുള്ളു തന്നെ. അതല്ല മനുഷ്യർക്കൊപ്പം എന്നതിന്റെ അർത്ഥം. മനുഷ്യർക്ക് മുഴുവനും ഉപകാരം ചെയ്യുക എന്നതാണ്. ആ ഉപകാരത്തിൽപ്പെട്ടതാണ് തുള്ളാൻ പാടില്ല എന്ന് പ്രസംഗിക്കുക. കാരണം അങ്ങനെ ഈ മുസ്ലിം സ്ത്രീകൾ, നമ്മുടെ മുസ്ലിം സ്ത്രീകളോടാണല്ലോ മതത്തിന്റെ നിയമം പറയും. അല്ലാത്ത സ്ത്രീകളോട് നമ്മൾ നിസ്കരിക്കണമെന്ന് അറിയണ്ടോ? ഇല്ലല്ലോ. ഈ മുസ്ലിം സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ കൂടെ പോയിട്ട് റോട്ടും വന്ന് തുള്ളിയാൽ അവർ നരകത്തിലേക്ക് പോകും. അപ്പൊ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് അവർക്ക് ഉപകാരം ചെയ്യൽ. അത് തുറന്നു പറയണം പണ്ഡിതന്മാർ. അതും ഞാൻ അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചിലർ അവര് സ്വർഗത്ത് കിടക്കണമെന്ന് വിചാരിച്ചിട്ട് സെൽഫിയായി, സ്വർഗത്ത് കിടക്കണമെന്ന് വെച്ച് ജമാഅത്ത് ഇസ്ലാമി, ചിലർ സ്വർഗത്ത് കിടക്കണമെന്ന് വെച്ചിട്ട് തബ്ലീഗിയമായതായി, വേറെ ചിലർ സ്വർഗത്ത് കിടക്കണമെന്ന് വിചാരിച്ചിട്ട് ആലിമീങ്ങളെ ചീത്ത പറയുന്ന ബുഹ്താനി ത്വരീഖത്തായി. ബുഹ്താനി ത്വരീഖത്ത് തന്നെ കള്ളം പറയുന്ന ത്വരീഖത്ത്. നേരത്തെ ബുഹ്താൻ തന്നെ കള്ളം, പച്ചക്കള്ളം, കള്ളം മാത്രം പറയുന്ന ബുഹ്താനി ത്വരീഖത്ത്. ഈ ബുഹ്താനി ത്വരീഖത്ത് പോയിട്ട് ഓരോരുത്തർ ഇങ്ങനെ കളവ് ഇങ്ങനെ വിളിച്ചു പറയും, ആലിമീങ്ങളെ ചീത്ത പറയും, ആലിമീങ്ങളെ കുറ്റം പറയുകയും ചെയ്യുമ്പോ അത് ത്വരീഖത്താണെന്ന് വിചാരിച്ച ആളുകൾ പോയി കൂടിയാൽ അവർ നരകത്തിലെത്തും. അപ്പൊ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അവർക്ക് ചെയ്യുന്ന ഉപകാരമാണ്. അമ്പിയാക്കൾ മുഴുവനും ചെയ്ത ദഅവത്തിന്റെ പ്രവർത്തനം അതാണ്. ഈമാൻ തെറ്റിപ്പോകാതെ ജനങ്ങളെ ഈമാനിലേക്ക് കൊണ്ടുവരിക, ഈമാനിലെത്തിയവരെ ഈമാനിൽ പിടിച്ചു നിർത്തുക, അതല്ലേ അമ്പിയാക്കൾ ചെയ്ത ദഅവത്ത്. ആ ദഅവത്താണ് പണ്ഡിതന്മാർക്കും ചെയ്യാനുള്ളത്. അതേ സമയത്ത് അമ്പിയാക്കളുടെ പ്രവർത്തനത്തിൽ ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട്. സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയാലും നടത്തിയില്ലെങ്കിലും നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അതേ ആശയപ്രചരണം നടത്തണം എന്ന് ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതിനർത്ഥം സാന്ത്വന പ്രവർത്തനം വേണ്ട എന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അതേ അങ്ങകലെ മദിയനിലെത്തിയപ്പോ അവിടെ 2 പെൺകുട്ടികൾ നിൽക്കുന്നു. ആ 2 പെൺകുട്ടികൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. മറ്റുള്ളവർ ആടുകളെ വെള്ളം കുടിപ്പിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അവർ പറഞ്ഞു, ഞങ്ങളെ ബാപ്പാക്ക് പ്രായം കൂടുതലായി, അദ്ദേഹത്തിന് ആട്ടിനെയും മേച്ച് വരാൻ കഴിയില്ല, തെളിച്ചു വരാൻ കഴിയില്ല. ഈ ആണുങ്ങളെ കൂടെ പോയി നിന്നിട്ട് ഞങ്ങൾക്ക് വെള്ളം കോരിയെടുക്കാനും പറ്റൂല. നമ്മളെ ഈ ഇലക്ഷനിൽ ജയിക്കുമ്പോൾ തുള്ളുന്ന സൈസ് അല്ലല്ലോ അത് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളല്ലേ. അവൻ ഞങ്ങൾക്ക് അവരെ കൂടെ പോയിട്ട് തിക്ക് കൂട്ടാൻ പറ്റൂല. ഞങ്ങൾ കാത്തിക്കാണ്. മൂസാ നബി അലൈഹി സ്വലാം ആ ആട്ടിനെ കൂട്ടിക്കൊണ്ടുപോയി വെള്ളം കുടിപ്പിച്ച് ആ പെൺകുട്ടികളെ വിട്ടുകൊടുത്തു. ആ വകയിൽ അല്ലാഹു തആല എത്ര റഹ്മത്തും നിഅമത്തുമാണ് മൂസാ നബി അലൈഹി സ്വലാമിന് ചെയ്തു കൊടുത്തത്. ഇത് ആളുകളെ സഹായിക്കുന്ന പ്രവർത്തനമാണ്. അപ്പൊ നമ്മളെ സംഘടന ചെയ്യുന്ന സാന്ത്വന പ്രവർത്തനങ്ങളും അതുപോലുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കണം എന്നല്ല ആ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം. അതൊക്കെ നിർബന്ധമായും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കാൻ പോകാറുണ്ട്. ജൂതനായ കുട്ടി, ആ കുട്ടി നബി തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ രോഗം കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിന് ശേഷം ആ കുട്ടിയുടെ രോഗം കണ്ടപ്പോൾ അടുത്ത സമയം മരിക്കുമെന്ന് മനസ്സിലാക്കി. ആ കുട്ടിക്ക് ഈമാൻ കിട്ടി. ആ കുട്ടി സ്വർഗത്തിലെത്തണം എന്ന ആഗ്രഹത്തോടെ ഷഹാദത്ത് കലിമ പറയാൻ വേണ്ടി നബി തങ്ങൾ ഉപദേശിക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടി അച്ഛന്റെ മുഖത്തിങ്ങനെ നോക്കി. അച്ഛൻ പറഞ്ഞു, അബുൽ ഖാസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും പോലെ ചെയ്തോ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോരുന്ന സമയത്ത് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. നരകത്തിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തിയ പടച്ചവനെ അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, ഈമാൻ രക്ഷപ്പെടുത്തലല്ലേ ഏറ്റവും വലുത്. പക്ഷെ ആ ഈമാൻ രക്ഷപ്പെടുത്താനുള്ള നിമിത്തമുണ്ടായത് എപ്പോഴാ? രോഗിയെ രോഗം കാണാൻ പോയപ്പോഴാ. അപ്പോൾ ഈമാൻ വിതരണം ചെയ്യണമെങ്കിലും ഈമാനിന്റെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിലും ഇത്തരത്തിലുള്ള പൊതുനന്മക്കുള്ള പ്രവർത്തനങ്ങൾ, സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നടക്കണം. അത് നടക്കണ്ടെന്നല്ല. നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ചില കക്ഷികളുണ്ട്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഏറ്റവും മെയിൻ പ്രശ്നം ഏതാണ്? നമ്മുടെ ഏറ്റവും മെയിൻ പ്രശ്നം ഏതാണ്? സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്.
ഇഖാമത്ത് കൊടുക്കൽ സുന്നത്താണ്. എന്നാ നിസ്കാരം ഖളായി പോകുന്നു കണ്ടാലോ, അപ്പൊ ചിലപ്പോ ബാങ്ക് കൊടുക്കാതെ നിസ്കരിക്കണം എന്ന് പറയും, നിസ്കാരത്തിന് പ്രസക്തി നൽകണം എന്ന് പറയും, ഖളായി പോകുമെങ്കിൽ വേഗം നിസ്കരിക്കണം എന്ന് പറയും. അതുപോലെ ഒതു എടുക്കുമ്പോൾ ഉള്ള സുന്നത്ത്, ആ സുന്നത്ത് ഇപ്പൊ സുന്നത്തല്ല വേണ്ടത്, ഉടനെ ഒതു എടുത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്, ഖളായി പോകരുത് എന്ന് പറയും. അതിനർത്ഥം ഒതുവിന്റെ സുന്നത്ത് എടുക്കണ്ടെന്നല്ല, അതേപോലെ ബാങ്ക് കൊടുക്കണ്ടെന്നല്ല. ഇതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെയിൻ പ്രശ്നം നമ്മുടെ ഈമാൻ രക്ഷിക്കലാണ്. ഈമാൻ രക്ഷിക്കപ്പെടണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഇവിടെ നന്നായി പ്രചരിപ്പിക്കപ്പെടണം. സുന്നത്ത് ജമാഅത്തിൽ ആരും തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം ജനങ്ങൾ. സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയങ്ങൾ തെറ്റാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറയണം, അതിന് പ്രസക്തി കൊടുക്കണം എന്നാണ് പറയുന്നതിന്റെ ഉദ്ദേശം. അല്ലാതെ വേറെ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യരുത് എന്നോ, ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിവെക്കണം എന്നോ, അല്ലെ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടെന്നോ അങ്ങനെയൊന്നും ആരും ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇപ്പൊ ദുർവ്യാഖ്യാനത്തിന്റെ കാലമാണ്. നല്ല മനസ്സ് പലർക്കും കുറവാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻനി ഇന്ന ബഅദ-ളൻനി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ പരസ്പരം തെറ്റിദ്ധരിക്കരുത്, പരസ്പരം കുറ്റം പറയരുത്, ആരും ആരെയും കുറ്റം പറയരുത്. കുറ്റം ചെയ്താൽ പോലും അത് പറയാൻ പാടില്ല. കുറ്റം ചെയ്തവനെ സ്വകാര്യത്തിൽ വിളിച്ച് ഉപദേശിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഓരോരുത്തർക്ക് എന്തുണ്ട് കുറ്റം എന്ന് എങ്ങനെ ചുഴന്നന്വേഷിച്ച് പിടിച്ച് വാചകങ്ങളൊക്കെ വെട്ടിമുറിച്ച് എന്നിട്ട് എല്ലാവരെയും കുറ്റം പറയലാണ് പലരും വലിയ സൽക്കർമ്മമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവർക്കൊക്കെ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഒരാളെ സംബന്ധിച്ച് ഒന്ന് കേട്ടാൽ അവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇൻജാക്കും ഫാസിഖും ബിനബൈൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ അതിന്റെ വിശദീകരണം തേടണം, തെളിവ് നോക്കണം. തെളിവുണ്ടോ, സാക്ഷിയുണ്ടോ എന്നൊക്കെ നോക്കണം. അല്ലാതെ നിങ്ങൾ ഒരാളെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞു പോയാൽ നിങ്ങൾ പിന്നീട് ഖേദിക്കേണ്ടി വരും. അതിനാൽ ആരെയും അങ്ങനെ ആക്ഷേപിക്കാനും കുറ്റം പറയാനും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബുഹ്താനി ത്വരീഖത്തിന്റെ ആളുകൾ, അതേപോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, അവരുടെ പരിപാടി ആലിമീങ്ങളെ ക്ലിപ്പ് മുറിക്കുക, അതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ മുറിച്ചിട്ട് ആളുകളോട് ഉദാഹരണം പറയാം. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ പ്രസംഗത്തിൽ പലപ്പോഴും അജ്മീറിൽ പോയിട്ട് സിയാറത്ത് ചെയ്യുക, ഉള്ളാളത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യുക, മമ്പർത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യുക, അങ്ങനത്തെ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രചോദനം നൽകി പ്രസംഗിച്ചവനാണ് ഞാൻ. അത് എന്നെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ ഈ അടുത്തും അൽഹംദുലില്ലാഹ് ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹുവിനെ ഈജിപ്തിൽ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ഐനി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. നഫീസത്തുൽ ബസ്രി റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഈജിപ്തിൽ പോയപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ വലിയ മഹാന്മാരെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് ഞാൻ ജോർദാനിൽ പോയിരുന്നു. ജോർദാനിൽ ചെന്നപ്പോൾ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു നമ്മുടെ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. സ്വർഗത്തിലാണെന്ന് നബി തങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ സഹാബിയാണ്. മഹാനവറുകൾ പ്ലേഗ് രോഗം കൊണ്ട് വഫാത്തായി പോയ ഷഹീദാണ്. മഹാനവറുകളെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹദീസിലൊക്കെ ധാരാളം വരുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, യാ മുആദ് ഇന്നി ഉഹിബ്ബുക, മുആദ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു നബിയെ തങ്ങളെ ഞാനും സ്നേഹിക്കുന്നു. അപ്പൊ പറഞ്ഞു, എന്നാൽ നിന്നോട് ഞാൻ പറയുന്നു, നീ ഏത് നിസ്കാരത്തിന്റെ ശേഷവും അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അതെല്ലാ നിസ്കാര ശേഷവും ചൊല്ലണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു കൊടുത്തതിന് മുആദ് റളിയല്ലാഹു അൻഹു അത് ചൊല്ലി. ആ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ
ജാറം സിയാറത്ത് ചെയ്യാൻ ഞാൻ അടുത്ത് പോയി ജോർഡാനിൽ. അവിടെ ചെന്നപ്പോ എന്റെ മക്കളും അതുപോലെ ജോർഡാനിലുള്ള എന്റെ ഒരു സുഹൃത്ത്, ഒരു എഞ്ചിനീയറും ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളും ഞാനും ഇവിടെ മുമ്പ് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അന്ന് ഉസ്താദ് അവറുകൾ ഈ മഖ്ബറയുടെ അടുത്ത് നിന്ന് മുആദ് റളിയല്ലാഹുവിന്റെ സമീപത്ത് നിന്ന് എനിക്ക് ആ ഹദീസ് മഹബ്ബ അൽ ഹദീസുൽ മുസൽസലു ബിൽ മഹബ്ബ എന്ന് പറയും, ഇന്നി ഉഹിബ്ബുക എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ആ ഹദീസ് ഉസ്താദ് ഇവിടെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുആദ് റളിയല്ലാഹുവിന്റെ സമീപത്ത് വെച്ച് എനിക്ക് ഉസ്താദ് ആ ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇനി ഒരു അവസരം ഇവിടെ കിട്ടൂല, നിങ്ങൾക്കും ഞാൻ ആ ഹദീസ് മുസൽസലായ ഹദീസ് ഇവിടെ വെച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾ മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നതിന് അങ്ങേയറ്റം സ്ഥാനം കൽപ്പിക്കുന്നവരാണ്. അതിൽ ഒരാൾക്കും, ഒരു മുസ്ലിമിനല്ല ഒരു ഹൈന്ദവന് പോലും സംശയം ഉണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പെങ്ങും പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ പറയും, ഉള്ളാളത്തേക്ക് പോകുന്ന സമയത്ത് സിയാറത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് നിസ്കാരം കളാക്കാൻ പാടില്ല, അല്ലെ അജ്മീറിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് സുജൂദ് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ അവിടത്തേക്ക് പോകുമ്പോൾ നിസ്കാരങ്ങളാക്കാൻ പാടില്ല. അപ്പൊ പറയുന്ന സമയത്ത് ഈ പറയുന്ന വാചകം തീർത്തും കേൾപ്പിക്കാതെ ഒരുത്തൻ, അതാ നിങ്ങൾ അജ്മീറിൽ പോയിട്ട് എന്താ കാര്യം, നിസ്കാരമൊന്നുമില്ലാതെ എന്ന് ചോദിക്കുമ്പോ, അജ്മീറിൽ പോയിട്ട് എന്താ കാര്യം, അടാൻ കട്ട് ചെയ്യാൻ പ്രസംഗം അവിടെ കട്ട് കേട്ടോ, പേരോടിപ്പോ അജ്മീറിൽ പോയിട്ട് എന്താ കാര്യം എന്നാ പറയുന്നത് എന്ന് പറയും. ഇങ്ങനത്തെ ബുഹ്താനി തരീഖത്തുകാരും അത്തരം ബുഹ്താനി തരീഖത്തുകാരും അല്ലാത്ത കക്ഷികളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ആശയം, ഇത് കളിയും തമാശയുമല്ല. അള്ളാഹുവിന്റെ ദീൻ കളിയും തമാശയുമല്ല. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ, ഏത് മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. ആ ദിവസം ഖേദിച്ചതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا. തെറ്റുകൾ പ്രവർത്തിച്ചവൻ ആ ദിവസത്തിൽ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ ആ തെറ്റും ഞാനുമായി എത്ര അകലമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖേദിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ കുറിച്ച് എല്ലാവർക്കും നല്ല ബോധം വേണം. ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ ദുഷ്പ്രചരണങ്ങളും അതുകൊണ്ടൊന്നും പടച്ചവന്റെ അടുക്കൽ ഒരാളും ആഖിറത്തിൽ രക്ഷപ്പെടൂല. പക്ഷേ ഞാൻ പണ്ഡിതന്മാർ അവരെ ഉപദേശിക്കാൻ ആളല്ല. അതേ സമയത്ത് നമ്മുടെ ശിഷ്യന്മാരടക്കമുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, അവരോട് പറയട്ടെ, ഖുർആൻ നമ്മൾ അടിക്കടി പഠിപ്പിച്ച ഒരു വിഷയമുണ്ട്. അതെന്താണ്? വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ സാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശത്തിൽ, മകനോടുള്ള ഉപദേശത്തിൽ കാണാം, മോനെ അഖിമിസ്സലാ, നിസ്കാരം ഉറക്ക് നിർവഹിക്കണേ. അതിന്റെ പുറമെ വഅ്മുർ ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കണേ. അനിൽ മുൻകരി, തെറ്റായ കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ വിരോധിക്കണേ. അത് പറഞ്ഞ ഉടനെ അല്ലാഹ് പറയാണ്, ലുഖ്മാനുൽ ഹക്കീമിന്റെ ഉപദേശം അല്ലാഹ് എടുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേ വസ്ബിർ അലാ മാ അസാബക്, നീ കൃത്യമായി നിസ്കരിച്ചും അതുപോലെ തന്നെ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തും തെറ്റായ കാര്യം തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തും ജീവിക്കുമ്പോൾ നിന്റെ കുറ്റം പറയാൻ കുറെ ആളുകൾ ഉണ്ടാകും, നിന്നെ കല്ലെടുത്തെറിയാൻ ആളുണ്ടാകും, നിന്നെ ആരോപിക്കാൻ ആളുണ്ടാകും, നിന്റെ കിതാബുകളിൽ കടത്തിക്കൂട്ടാൻ ആളുണ്ടാകും. മഹാനായ അബ്ദുൽ വഹാബ് ശഅറാനി തങ്ങൾ പറഞ്ഞില്ലേ, മഹാനവറുകളെ കിതാബ് എടുത്തിട്ട് അതിൽ കുറെ
കുറെ മഹാനവറുകൾ എഴുതാത്തത് കൂട്ടിച്ചേർത്ത് കൊടുത്തു. എന്തിന്? അബ്ദുൽ വഹാബ് ശറാനി റളിയല്ലാഹു അൻഹുവിനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ. ഇങ്ങനെ ചെയ്യുന്ന ജനങ്ങളുണ്ടാകും ഇൽമ് പറയുന്ന സമയത്ത്. അതുപോലെ ജനങ്ങൾ അതാ ഒരു പണ്ഡിതന്റെ വാക്കുകൾ കേട്ട് ജനങ്ങൾ ഹിദായത്താകുന്നുണ്ടെന്ന് കാണുമ്പോൾ ശൈത്താനിന് അത് ഇഷ്ടപ്പെടൂല. അപ്പൊ ശൈത്താൻ അവന്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, ആ പണ്ഡിതനെ കുറിച്ചുള്ള മതിപ്പ് ഇല്ലാതെയാക്കണം, ആ പണ്ഡിതനെ കുറിച്ചുള്ള ബഹുമാനം ഇല്ലാതെയാക്കണം. അങ്ങനെയാണ് അബ്ദുൽ വഹാബ് ശറാനി തങ്ങളെ കുറിച്ച് ജനങ്ങൾക്കുള്ള മതിപ്പ് നഷ്ടപ്പെടുത്താൻ കിതാബ് എടുത്തിട്ട് അതിൽ കൂട്ടിച്ചേർത്ത് കൊടുത്തു തെറ്റായ ആശയങ്ങൾ. എന്തിനാണത്? ഈ മഹാനെ സംബന്ധിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ പലരും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അവിടെ ഒന്നും തന്നെ കേൾക്കുന്നതൊക്കെ വിശ്വസിക്കുന്നവരായി പോകാൻ പാടില്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, മനുഷ്യന്റെ ഇസ്ലാം നന്നായാൽ തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്തതെല്ലാം അവൻ കൈയൊഴിക്കും, ആവശ്യമുള്ളതിൽ മാത്രം അവൻ ഇടപെടും. അതാണൊരു ശരിയായ മുസ്ലിമിന്റെ സ്വഭാവം. ഓ സുഹൃത്തുക്കളെ, കഫാബിൽ മർഇ കദിബൻ, പലപ്പോഴും കളവായി പോകും. അതേ അൻയുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കളവായി പോകും. ഒരു വിഷയത്തിന്റെ നിജസ്ഥിതി ശരിക്ക് പഠിക്കാതെ മനസ്സിലാക്കാതെ പറയാൻ പാടില്ല. നമുക്കൊരു വിഷയത്തിൽ ഒരാളെ സംബന്ധിച്ച് സംശയം വന്നാൽ അദ്ദേഹത്തെ തന്നെ വിളിച്ച് നേരിൽ ചോദിക്കുകയും മനസ്സിലാക്കുകയും വേണം. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ചോദിക്കുകയും മനസ്സിലാക്കുകയും വേണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളൊരു വാചകം പറഞ്ഞു, ആ വാചകത്തിന് 100 വ്യാഖ്യാനത്തിന് സാധ്യതയുള്ള വാചകമാണ്. 99 വ്യാഖ്യാനവും തെറ്റാണെന്നറിയിക്കുന്ന വാചകമാണ്. 99 വ്യാഖ്യാനവും അദ്ദേഹം പറഞ്ഞു തെറ്റാണെന്ന് അറിയിക്കുന്ന വ്യാഖ്യാനം. ഒരൊറ്റ ഒരു വ്യാഖ്യാന പ്രകാരം അദ്ദേഹം പറഞ്ഞു ശരിയാവും. എന്നാൽ ആ ഒരു വ്യാഖ്യാനമല്ലാതെ അതേ തെറ്റാണ്, മോശക്കാരനാണെന്ന് വരുന്ന വ്യാഖ്യാനം കൊടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, എത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. ആ മുനാഫിക്കുകളായ കക്ഷികൾ അവര് സഹാബികളല്ല, സഹാബികളിൽ മുനാഫിഖീങ്ങളില്ല. സഹാബികളെല്ലാവരും കുല്ലുഹും ഉദൂൽ, എല്ലാവരും നീതിമാന്മാരാണ്. ഖുർആൻ അവരെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹും അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞതാണ്, സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിച്ചതാണ്. സഹാബികളിൽ ഒരൊറ്റ മുനാഫിഖും ഇല്ല കേട്ടോ. സഹാബികളിൽ കുറച്ച് മുനാഫിക്കീങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ വേറൊരു തരീഖത്തുകാരൻ പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു മുനാഫിഖാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച, അങ്ങനെ പറയുന്ന ചില ബിരുദമെടുത്ത ചെറുപ്പക്കാരെ തന്നെ എനിക്ക് കാണാൻ അഥവാ കേൾക്കാൻ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരുടെയും ധാരണ എന്തെങ്കിലും കേൾക്കുമ്പോൾ കേൾക്കുന്നതനുസരിച്ച് പറയാന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളിയനാണത്, ഭാര്യയുടെ ആങ്ങളെയാണത്. അവിടുത്തെ അൻസാറിനെ അവരെയൊക്കെ വെറുക്കുന്നവന് നരകമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ആ മുആവിയ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞ ഹദീസ്, മഹാനവറുകൾ പറഞ്ഞ കാര്യങ്ങൾ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ എത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെയോ പിന്നാന്നോ ഓതിക്കൊടുത്ത ഹദീസാണ്. മിമ്പറിൽ വെച്ച് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്നു. അതേ മിമ്പറിന്റെ ചുവടെ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് കൊടുക്കുന്ന ആള് പറയുമ്പോ മുആവിയ റളിയല്ലാഹു അൻഹു അതുപോലെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ഏറ്റു പറയുന്നു. അതേ സുഹൃത്തുക്കളെ, എന്നിട്ട് അവിടുന്ന് അവസാനം പറയുന്നു, നബി തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാണല്ലോ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്കിന് ഇജാബത്ത് ചെയ്യുന്നതിന്റെ തെളിവ് ആ ഹദീസാണ്. സുബ്ഹാനല്ലാഹ്,
അപ്പൊ ഇമാം ബുഖാരി മിമ്പറിന്റെ മേലെ വെച്ച് ഖുത്ബ ഓതുന്നതിനും അതേപോലെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്നതിനുമൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് തെളിവിന് കൊണ്ടുവരികയാണ്. അത് ലോകം മുസ്ലിമീങ്ങൾ മുഴുവനും അംഗീകരിക്കുകയാണ്. എന്നാൽ ഈ പിഴച്ചുപോയ തരീഖത്തിൽ കുടുങ്ങിയ ഈ കുട്ടി അവനും പറയുന്ന ബിരുദം, അവൻ പറയുന്ന എന്താണ്? മുആവിയ റളിയല്ലാഹു അൻഹു മുനാഫിഖാണെന്നാണ്. ഈ മുനാഫിഖ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അനുസരിച്ചാണോ മോനെ ഇവിടെ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇജാബത്ത് നൽകുന്നത്? ലോക മുസ്ലിം പണ്ഡിതന്മാർ മിമ്പറിന്റെ മേലെ ഖുത്ബ കയറി ഓതുന്നത് ഈ മുനാഫിഖ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരമാണെന്നാണോ ഈ ചെറുപ്പക്കാരന്റെ വാദം? പക്ഷെ ഒരു ഇൽമുമില്ലാതെ സഹാബത്തിനെ മുനാഫിഖായി ചിത്രീകരിക്കുന്നു. എന്താണ് ആ തരീഖത്തിന്റെ പേര്? സർക്കാർ ബാപ്പ. ഓരോന്നിനും ഓരോ പേരാ. സർക്കാർ ബാപ്പ എന്ന് പറഞ്ഞിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാള് അത് കേരളത്തിൽ പ്രചരിപ്പിക്കാൻ നോക്കുന്നു. നിങ്ങൾ ആരും പെട്ടുപോണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് പറയലേ നമുക്ക് നിർബന്ധം. ഒരു കിണറ്റിലെ വെള്ളം കുറെ ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോ അല്ലെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് കാണുമ്പോ ആ വെള്ളത്തിൽ വിഷം ചേർക്കുന്നത് കണ്ട ഒരു മനുഷ്യൻ, ആ കിണറ്റിൽ വെള്ളത്തിൽ വിഷം കലക്കുന്നത് കണ്ട ഒരു മനുഷ്യൻ, അത് കണ്ടില്ല എന്ന് വെച്ച് എല്ലാരും പോയി കുടിക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. അതിൽ വിഷം ചേർത്തിട്ടുണ്ട് മക്കളെ, കുടിക്കരുത് എന്ന് പറയണ്ടേ, അടുക്കരുത് എന്ന് പറയണ്ടേ? നേരെ മറിച്ച് സുബ്ഹാനല്ലാഹ് എല്ലാരെ പോലെ നമ്മളും എന്നും വിചാരിച്ച് എല്ലാവരും എടുത്ത് കുടിക്കും, അയാൾ ഒരു ഒപ്പി എടുത്ത് കുടിക്കാൻ വേണ്ടേ? അപ്പൊ ഇതുപോലെ ഈമാൻ നശിപ്പിക്കുന്ന വിഷം ഇവിടെ വ്യാജ തരീഖത്തുകാരനും സലഫിയും ജമാഅത്ത് ഇസ്ലാമിക്കാരനും എല്ലാ പുത്തൻവാദിയും ഇവിടെ ഈമാൻ നശിപ്പിക്കുന്ന വിഷം ആളുകളുടെ ഹൃദയത്തിലേക്ക് കുടിപ്പിക്കുകയാണ്. അപ്പൊ പിന്നെ അതിനെ സംബന്ധിച്ചൊന്നും പറയാതിരുന്നാൽ ഈമാൻ പോയിട്ട് പിന്നെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഈമാൻ ഇല്ലാതെ വല്ല കാര്യവും ചെയ്തിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈമാൻ സംരക്ഷിക്കപ്പെടാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം തുറന്ന് പറഞ്ഞ് ജനങ്ങളിൽ പ്രചരിപ്പിക്കണം. അതോടുകൂടെ സാന്ത്വന പ്രവർത്തനം നടത്തണം, അതോടുകൂടെ തന്നെ രോഗികളെ ശുശ്രൂഷിക്കണം, അതോടുകൂടി തന്നെ നമ്മുടെ സംഘടന ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഉണ്ടാകണം. അത് വേണ്ടാന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹ് ഞാനൊരിക്കൽ കണ്ടതാണ്, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ ഉള്ളാളത്തേക്ക് സിയാറത്തിന് പോകുന്നു, പഴയ കാലത്ത് ട്രെയിനിൽ ഇങ്ങനെ പോവുക. അപ്പൊ കുറച്ച് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അപ്പൊ അവര് നിസ്കാരം കളാക്കുക, സിയാറത്തിനാ പോകുന്നത്, നിസ്കാരം കളാക്കിയിട്ടാ പോകുന്നത്. അവരോട് നിസ്കാരം കളാക്കിയിട്ട് സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പണ്ഡിതന്മാര് പറയണ്ടേ? പറയാതിരുന്നാൽ അവർക്കതറിയോ? അതേ സമയത്ത് ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം കുറെ അബദ്ധങ്ങളും പറഞ്ഞ ഒരാളാണ്. ആ പറഞ്ഞ അബദ്ധങ്ങളും തെറ്റുകളും മാത്രം സ്വീകരിക്കുന്ന കൂട്ടുകാരാണ് ഈ സലഫികളും ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ. അയാൾ പറഞ്ഞ നല്ലതൊന്നും സ്വീകരിക്കൂല. അദ്ദേഹം പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചോളെ പേരിൽ ചൊല്ലിയാൽ നല്ലതാണ്, അത് അവർ ചൊല്ലൂല. അദ്ദേഹം പറഞ്ഞതാണ് അതെ അമ്മത്തസദ്ദുഖു അനിൽ മയ്യിത്തി ലിമൻ യഖറഉൽ ഖുർആന വഗൈരിഹിം യൻഫഉഹു ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ. മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഖുർആൻ ഓതുന്നവർക്കും അതേ ഓതാത്തവർക്കുമൊക്കെ ഭക്ഷണം കൊടുക്കുന്നു, സദഖ കൊടുക്കുന്നു, അത് മയ്യിത്തിന് വലിയ ഫലം കിട്ടുന്നതാണ്, അതിൽ മുസ്ലിമിയൊക്കെ തർക്കല്ല എന്ന് കൃത്യമായിട്ട് മജ്മൂ ഫതാവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരൊറ്റ സലഫി മൗലവിയും പറയൂല. അത് സലഫി പറയൂല. മരിച്ചോലവിൽ ഭക്ഷണം കൊടുക്കണം, സദഖ ചെയ്യണം, അത് പറയൂല. അങ്ങനെ അയാൾ പറഞ്ഞ ശരിയൊന്നും പറയൂല. അയാൾക്ക് പറ്റി കുറെ അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ട്. അത് വലിയ കാര്യമായിട്ട് എടുത്തു പറഞ്ഞിട്ട് ഇവിടത്തേക്ക് വലിയ ആളാവുന്നു എന്ന് പറയും. അങ്ങനെയാണോ വേണ്ടത്? അയാൾക്ക് തെറ്റ് തന്നെയാണ്, അബദ്ധം തന്നെയാണ്. അദ്ദേഹം എന്ത് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഖസ്റും ജമ്മും പറ്റൂല, നിസ്കാരം ഖസ്റാക്കാൻ ജമ്മാക്കാൻ പറ്റൂല, വലിയ തെറ്റാണ് നബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അത് മഹാബദ്ധമാണ്. അദ്ദേഹം പറഞ്ഞ വലിയ തെറ്റാണത്. ആ തെറ്റിനെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഓ സുഹൃത്തുക്കളെ, ഞാൻ എന്റെ ഒരു സംസാരത്തിൽ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെ പറയേണ്ടതില്ല. നമ്മുടെ പണ്ടുകാലത്ത് പറഞ്ഞ ഇമാമിങ്ങൾ പറഞ്ഞത് ഉദ്ധരിച്ചാൽ മതി. കാരണം നമ്മൾ കണ്ടിട്ടില്ല അയാളെ.
അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മൾ നിസ്കാരം കളാക്കിയിട്ട് പ്രകടനം നടത്താൻ പാടില്ല, നിസ്കാരം കളാക്കിയിട്ട് നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. കാരണം ബുദ്ധിയും ശുദ്ധിയുമുള്ള ഒരാൾ നിസ്കാരം കളാക്കിയിട്ട് ഒരേർപ്പാടും പറ്റില്ല. അതത്രയും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നിസ്കാരത്തിന്റെ ബഹുമാനം പറയുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കാതെ അങ്ങ് ഉള്ളാളത്ത് പോയിട്ട് എന്താ എന്ന് ചോദിച്ചാൽ അതിന്റെ അവിടെ നിങ്ങൾ മുറിക്കാം. ഉള്ളാളത്ത് പോയിട്ട് എന്താ എന്ന് പറയുന്നത് മുറിക്കാം, എന്നിട്ട് ആളുകളെ കേൾപ്പിക്കുക. ഇങ്ങനെയുള്ള കുറെ വ്യാജന്മാരുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ഏതൊരു വിഷയത്തെക്കുറിച്ചും നല്ല ബോധം വേണം. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ തിരിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രസക്തിയുള്ളത് എന്താണ്? നമ്മുടെ ഈമാനാണ്. കാരണം ഏത് തെറ്റ് ചെയ്തവനാണെങ്കിലും എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും അവന് ഈമാൻ ഉണ്ടെങ്കിൽ അവന്റെ മനസ്സിലൊരു തൗബയുടെ മനസ്സ് വരും, ഒരു തൗബയുടെ ചിന്ത വരും. അതേ കുറെയൊക്കെ തെറ്റ് ചെയ്താലും അവന്റെ മനസ്സിൽ ചെയ്തത് തെറ്റാണെന്ന ബോധം വരും. അവൻ പടച്ചവനോട് ചിലപ്പോൾ ബറാഅത്ത് രാവിലോ 27 രാവിലോ മറ്റ് റമദാനിന്റെ രാത്രിയിലോ അല്ലെ മെഹ്റാജ് രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ അവൻ ചിലപ്പോൾ ഒരു നല്ല മനസ്സ് വന്ന് അല്ലെങ്കിൽ ഒരു നല്ല വഅദ് കേട്ടു, ആ വഅദ് കേട്ടപ്പോൾ ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ എന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യും. അദ്ദേഹത്തിന് സ്വർഗത്തിൽ കടക്കാൻ ചിലപ്പോൾ അത് വഴിയാകും. ഈമാൻ ഉണ്ടെങ്കിലാണത്, ഈമാൻ ഉണ്ടെങ്കിലാണത്. എനിക്കറിയാം, ഞാൻ കള്ളു കുടിക്കുന്നവനായിരുന്നു ഉസ്താദേ, നിങ്ങളെ വഅദ് കേട്ടിട്ടാണ് ഞാൻ കള്ളുകുടി നിർത്തിയത് എന്ന് എന്നോട് പറഞ്ഞവരുണ്ട്. നിസ്കരിക്കൽ ഞാൻ അങ്ങനെ കണക്കിലെടുക്കാറില്ലായിരുന്നു, നിങ്ങളെ വഅദ് കേട്ടിട്ടാണ് ഞാൻ നിസ്കാരം കൃത്യമായി നിസ്കാരം തുടങ്ങിയതെന്ന് പറഞ്ഞവരുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് മനുഷ്യന്റെ മനസ്സ് മാറൂലേ? അങ്ങനെ തൗബയുടെ മനസ്സ് ജനങ്ങൾക്ക് വരും. മനഃപൂർവ്വം നിസ്കാരം ഖളാ ആയാൽ അത് ഖളാ വീട്ടുകയും കൂടി വേണം. വെറും മനസ്സുകൊണ്ട് ഖേദിച്ചാൽ പോരാ. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു തൈമിയ്യക്ക് കടുത്ത അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട് മനഃപൂർവ്വം ഖളാ വീട്ടണ്ട. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് എത്ര വലിയ അബദ്ധമാണ്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇസ്തിദ്കാർ എന്ന കിതാബില് ആ വാദത്തെ ശക്തിയുക്തം ഖണ്ഡിക്കുന്നുണ്ട്. അപ്പറഞ്ഞ വാദം വളരെ തെറ്റാണ്. അത് ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ചില ലാഹിരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ അബദ്ധമാണ്. അദ്ദേഹം അപ്പറഞ്ഞ വാചകം പക്ഷെ ഇന്നും ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ഒക്കെ അതാ മനഃപൂർവ്വം ഖളാ വിട്ടണ്ട എന്നുള്ള വാദക്കാരാണ്. കാരണം അദ്ദേഹം പറഞ്ഞ എല്ലാ അബദ്ധവും പിന്തുടരുകയാണ് അവര് ചെയ്യുന്നത്. അതേസമയം 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും വ്യക്തമായി പഠിപ്പിക്കുന്ന ആശയം, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്ന ആശയം, നിസ്കാരം മറന്നുപോയാൽ ഖളാ വീട്ടണം, അതേപോലെ ഉറങ്ങിപ്പോയാൽ ഖളാ വീട്ടണം. എന്നാൽ മനഃപൂർവ്വം നിസ്കരിക്കാതിരുന്നാൽ എന്തായാലും നിർബന്ധമായും ഖളാ വീട്ടണം. കാരണം ഉറക്കിനും മറതിക്കുമുള്ള ഉദ്ർ, അത് സമയം തെറ്റിച്ചതിന് പടച്ചവൻ ശിക്ഷിക്കൂല എന്നേ ഉള്ളൂ. മറന്നുപോയി നിസ്കാരം ഖളായിപ്പോയി പടച്ചവൻ ശിക്ഷിക്കൂല. പക്ഷേ അവൻ ഖളാ വീട്ടൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ നാമ അഹദുക്കും ഔ നസിയ, മറന്നു പോവുകയോ ഉറങ്ങിപ്പോവുകയോ ചെയ്താൽ അവൻ നിസ്കാരം ഖളാ വീട്ടണം. അപ്പൊ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോവുകയോ ചെയ്താൽ നിസ്കാരം ഖളാ വീട്ടണമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്? പിന്നെ മനഃപൂർവ്വമായി വേണ്ടാലോ, അങ്ങനെ അവൻ കൂടി പറയണ്ടേ നിബിധങ്ങള്? മനഃപൂർവ്വം അതെങ്കിൽ കൂടി പറയണ്ടേ? സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു ഹദീസ് ഉണ്ട്, നിങ്ങൾ ആരും കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിച്ചിട്ട് അതിൽ നിന്നെടുത്ത് കുളിക്കരുത്. കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിച്ചിട്ട് അതിൽ നിന്നെടുത്ത് കുളിക്കരുത്. പൊരുത്തം പറയാ, മൂത്രമൊഴിച്ചിട്ട് അതിൽ നിന്നെടുത്ത് കുളിക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതില് മലവിസർജനം നടത്തിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, കാട്ടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ് മൂത്രമൊഴിച്ചിട്ട് കുളിക്കരുതെന്നല്ലേ? ഇങ്ങനെയാണോ ബുദ്ധിയുള്ളോ മനസ്സിലാക്കുക? മൂത്രമൊഴിച്ചിട്ട് അതിലെടുത്ത് കുളിക്കരുത് പറഞ്ഞാൽ പിന്നെ മലവിസർജനം നടത്തിയാൽ കുളിക്കരുതെന്ന് പറയേണ്ടിയുണ്ടോ? അതായിരിക്കും തിരിഞ്ഞല്ലേ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു ലാ തഖുൽ ലഹുമാ ഉഫിൻ, ബാപ്പാനോടും ഉമ്മാനോടും
ഉഫിൻ, അവരെ മനസ്സിന് വിഷമുണ്ടാക്കുന്ന ഒരു അക്ഷരം പോലും പറയരുത്. പഴയ കാലത്ത് ഛേ എന്ന് പറയരുത് എന്നാ ചിലർക്ക് അർത്ഥം വെക്കാറ്. അതെ, അവർക്ക് മനസ്സിന് വിഷമുണ്ടാകുന്ന ഒരു അക്ഷരം പറയരുത്. അപ്പൊ ഒരുത്തൻ പറയാണ് ഛേ എന്ന് പറയരുത് എന്നല്ലേ പറഞ്ഞുള്ളൂ. ബാപ്പാന്റെ മുഖത്തടിക്കരുത് എന്ന് ഖുർആനില്ലല്ലോ. ഒരു ഒട്ടൊന്നും കൊടുക്കും ബാപ്പാക്ക്. അതാ മുഖത്തടിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ ഖുർആൻ പറയണ്ടേ മുഖത്തടിക്കരുത്? പറഞ്ഞില്ലല്ലോ. പിന്നെ പറഞ്ഞെന്താ ഉഫിൻ പറയരുത് എന്നല്ലേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഉഫിൻ ഒന്നും പറയുന്നില്ല, ഒരു ഒറ്റൊന്നും കൊടുക്കുക. ഇങ്ങനെയാണോ ഇസ്ലാം ദീനിന്റെ നിയമം മനസ്സിലാക്കേണ്ടത്? ഓ സഹോദരന്മാരെ, മറതിയും ഉറക്കും എന്നത് ഉദറാണ്. അതുണ്ടായാൽ തന്നെ ഖളാ വീട്ടണം നിസ്കാരം എന്ന് പറഞ്ഞാൽ പിന്നെ മനഃപൂർവ്വമാണ് ഖളാ വീട്ടണം എന്ന് പറയേണ്ടിയുണ്ടോ? നമ്മളൊരു 1,00,000 ഉറുപ്പ്യ കൊടുക്കാണ്ടേനോ ഒരാൾക്ക്, അദ്ദേഹത്തിന് അത് കൊടുക്കാൻ മറന്നുപോയി. എന്നാലോ ഓർമ്മയാമം കൊടുക്കണമെന്നുണ്ട് വലിയാരും. ഓർമ്മയാമം കൊടുക്കണമെന്നില്ലേ പറഞ്ഞ്, മനഃപൂർവ്വം കൊടുത്തില്ലെങ്കിലോ പിന്നെ കൊടുക്കണ്ടാതാ. അപ്പൊ ഒരു ബുദ്ധിയുള്ളവന് പറയാൻ പറ്റുമോ? അങ്ങനെ ബുദ്ധിയുള്ള ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷെ ആ അബദ്ധജടിലമായ വാദം പറഞ്ഞ ആളാണ് ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യയെ പിന്തുടരുന്നു, തെറ്റുകളിലെല്ലാം പിന്തുടരുന്നു ആര്? പുത്തൻവാദികൾ. ആ പുത്തൻവാദിയായി ജീവിച്ചാൽ വലിയ അപകടം സംഭവിക്കും. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അത് തുറന്ന് പറയണം. SSFന്റെ പ്രവർത്തകർ, SYSന്റെ പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളും എല്ലാം സജീവമായി ഇനിയും കൂടുതൽ ചെയ്യണം. അതോടുകൂടെ സുബ്ഹാനല്ലാഹ് നമ്മളെ ആശയപ്രചരണം, സുന്നത്ത് ജമാഅത്തിന്റെ ആശയപ്രചരണത്തിൽ സജീവമായി നമ്മൾ ഉണ്ടാകണം. അതിലൊരൽപ്പവും നമുക്ക് വിഘ്നം വരാൻ പാടില്ല. ചിലര് ചോദിക്കും, സ്റ്റേജ് മേലല്ല ഇതെന്തിനാ അങ്ങനെ പറഞ്ഞു? സുന്നിയാണ് നമ്മളെ സുന്നികൾ തന്നെയല്ലേ? അങ്ങനെയാ? നബിന്റെ ഫാത്തിഹ എന്തിനാ ഓതുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവോട് പറയാണ്, മഹാന്മാരെ വഴിയിൽ തന്നെ ഞങ്ങളെ നടത്തണം. നീ ദേഷ്യം വെച്ചവരെ വഴിയിലല്ല, പിഴച്ചവരെ വഴിയിലല്ല, നേരെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ തന്നെ ഞങ്ങളെ നടത്തണം. അതിനാ അല്ലാഹുവോട് പറഞ്ഞു. നമ്മളിപ്പോ അങ്ങനെ തന്നെ അല്ലേ? എന്തിനാ പറയുന്നത്? അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം നമ്മൾക്കൊരു പിഴവ് പറ്റരുത്. ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്നൊരാശയമല്ലേ അത്? പക്ഷെ അത് എത്ര കൂടുതൽ പറയാൻ പറ്റുമോ അത്രയും പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ചൊല്ലാൻ കഴിയോ അത്രയും ചൊല്ലണം. ഞാനത് വിശ്വസിക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അത് പറയണം, അത് ധാരാളം പറയണം. അള്ളാഹു പരിശുദ്ധനാണ് നമുക്കൊക്കെ വിശ്വാസമില്ലേ? പക്ഷേ ഫസബ്ബിഹി ബിസ്മി റബ്ബിക്, അള്ളാഹിന്റെ പേര് ഉച്ചരിച്ച് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണെന്ന് നമുക്കെല്ലാം ഉറപ്പില്ലേ? പക്ഷേ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതെ, ഈമാൻ നമ്മളെ ഖൽബിൽ ഉറച്ചു നിൽക്കാൻ അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. സുബ്ഹാനല്ലാഹ് ഒന്നാമത്തെ ഖുതുബയിൽ മിമ്പറിൽ നിന്ന് ഖതീബ് അതാ ഇത്തഖുല്ലാഹ് അല്ലെങ്കിൽ ഉസീകും ബിത്തഖ്വല്ലാഹ്, നിങ്ങളൊക്കെ തഖ്വയിലായിട്ട് ജീവിക്കണം ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. രണ്ടാമത്തെ ഖുതുബയിൽ പിന്നെയും പറയാണ് ഇത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വ ചെയ്ത് ജീവിക്കണം. വെറുതെ ചോദിക്കാണ്, ഇപ്പല്ലേ പറഞ്ഞേ? മിമ്പറിന് ഇറങ്ങിയില്ലല്ലോ, പിന്നെയും പറയണോ? അങ്ങനെയാണോ? ഇത് നിരന്തരം മനുഷ്യന്റെ ഖൽബിൽ ഉറച്ചു നിൽക്കേണ്ട ആശയങ്ങൾ, ഖൽബിൽ ഉറച്ചു നിൽക്കേണ്ട വിഷയങ്ങൾ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതിനൊരു കുറവും വരാൻ പാടില്ല. കാരണം നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ഈമാനാണ്. ആ ഈമാൻ നശിപ്പിക്കുന്ന ആശയങ്ങളാണ് സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയങ്ങൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജമാഅത്ത് ഇസ്ലാമിക്കാരും മുജാഹിദീങ്ങളും പുത്തൻവാദികളൊക്കെ പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെപ്പോലൊരു കേവല മനുഷ്യനാണെന്ന് വാദിക്കുന്നു. എന്നാൽ അവരെ കൂട്ടത്തിൽ തന്നെ പെട്ട ഉമർ മൗലവി എഴുതിയത് എന്റെ കയ്യിലുണ്ട്. അയാൾ പറയുന്നത് റസൂലുള്ളാഹി ഒരു കേവല സാധാരണ മനുഷ്യനാണെന്ന് വാദിക്കുന്നവൻ കാഫിറാണ്. അത് ഒരു മൗലവി അങ്ങനെ പറയുമ്പോൾ വേറൊരു മൗലവി ഇങ്ങനെ പറയാണ്. ഓ സുഹൃത്തുക്കളെ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ അടുത്ത് എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു,
സലഫി ആശയത്തിൽ പെട്ടുപോയ രണ്ടാളുകള് ചെറുപ്പക്കാരനെ ഇരുത്തിയിട്ട് ഞങ്ങൾ കുറച്ച് സംശയം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അയാൾ സംശയം ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളതിനാ കൂടുതൽ ബഹുമാനിക്കുന്നത്, നമ്മളെ പോലത്തെ ഒരു മനുഷ്യനല്ലേ? ഇനി സാധാരണക്കാരന്റെ മനസ്സിൽ കുത്തിവെച്ചതാരാ? സലഫി മൗലവിമാരാ. ഓ സുഹൃത്തുക്കളെ, ഇന്നി ലസ്തു മിഥിലക്കും, നബി തങ്ങൾ പറയുന്നു, നിശ്ചയമായും ഞാൻ നിങ്ങളെ പോലെ അല്ല. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്ന പരിപാടിയാണ് നബി തങ്ങളോടുള്ള ഇസ്തിഗാസ. നബി തങ്ങളെ വിളിച്ച് സഹായം തേടൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം കാണിക്കുന്ന പരിപാടിയാണെന്ന് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്ദുററുൽ കാമിന എന്ന കിതാബിലും മറ്റൊരുപാട് പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. എനിക്ക് നല്ല ബഹുമാനമുള്ള എന്റെ ബാപ്പ, ആ ബാപ്പയോട് പോയിട്ട് ഞാൻ പറയുന്നു, ബാപ്പ എനിക്ക് വളരെ വിഷമുണ്ട്, അതുകൊണ്ട് ബാപ്പ എനിക്കൊരു ഷർട്ട് വാങ്ങി തരണം. പറയുമ്പോ എനിക്കൊരു അഭിമാനക്കുറവുണ്ടാവില്ല. എന്റെ ബാപ്പാനോട് ഞാൻ പറയും, ഒരഭിമാനക്കുറവുണ്ടാവില്ല. ഇതേപോലെ ഒരു ശിഷ്യൻ വളരെ ബഹുമാനിക്കുന്നു. ഉദാഹരണത്തിന് ഞാൻ മഹാനായ ശൈഖുന കാന്തപുര ഉസ്താദിനോട് പറയാം, ഉസ്താദെ എന്നൊരു വിഷയത്തെ സഹായിക്കണേ. അതിന് എനിക്കൊരു വിഷമം ഉണ്ടാവില്ല. എന്റെ ഉസ്താദിനുള്ള ഞാൻ പറയും, എനിക്കതിൽ അഭിമാനം ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഞാൻ മനസ്സുകൊണ്ട് ബഹുമാനിക്കാത്ത ഒരാൾ, ഒരു പുത്തൻവാദി, ഒരു സലഫി, അവനോട് പോയിട്ട് എനിക്കൊരു കുപ്പായി മാറ്റി തരണോന്ന് പറയാൻ എന്നെ കിട്ടുമോ? നിങ്ങൾ ആരെങ്കിലും കിട്ടും? എന്താ? അവനോട് ബഹുമാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുപ്പായം തീരെ ഇട്ടില്ലെങ്കിൽ തിരക്കല്ല, പാട്ടിന് കിടന്നാൽ തിരക്കല്ല, അവനോട് ചോദിക്കൂലെന്നല്ലേ നമ്മൾ പറയാ. കാരണം എന്താണ്? അവനോട് സ്നേഹവും ബഹുമാനവും ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളോട് സ്നേഹവും ബഹുമാനവും ഉണ്ടോ? എന്നാൽ ആ നബി തങ്ങളെ വിളിച്ച് സഹായം തേടും. അതല്ലേ കുല്ലി ശഫീഅൻ യൗമ ലദു ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ സവാദ് ബിൻ ഖാരിബി. സഹാബിയായ സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയുന്നു, നബിയേ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് രക്ഷപ്പെടുത്തണേ. അത് തന്നെയല്ലേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വഫാത്തായി കിടക്കുന്ന സമയത്ത് മഹാനവറുകൾ ഓടി വന്നു. നബി തങ്ങളെ മുഖത്ത് നിന്ന് തുണിയൊന്നെടുത്ത് നീക്കി മുഖത്തൊന്ന് ചുംബിച്ച് വിങ്ങിപ്പൊട്ടി കരയുന്നു. ആ സമയത്ത് നബി തങ്ങളോട് പറയുന്നു, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്റെ ബാപ്പയും ഉമ്മയും ഒക്കെ അങ്ങേക്ക് സമർപ്പിക്കും നബിയെ. എനിക്ക് എന്റെ ബാപ്പയെക്കാളും ഉമ്മയെക്കാളെല്ലാം ഏറ്റവും ബന്ധപ്പെട്ട് തങ്ങളാണ് നബിയെ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഖുർആനല്ലേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ പറയുന്നു, അൽമൽ മൗതത്തുല്ലതി കുതിബത് അലൈക ഫഖദ് മുത്തഹാ. അല്ലാഹു തങ്ങൾക്ക് കണക്കാക്കിയ മൗത്ത് തങ്ങൾ മൗത്തായി കഴിഞ്ഞു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിതകാലത്ത് സംസാരിക്കും പോലെ തന്നെ വിളിച്ച് സംസാരിക്കുകയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അതേ സമയത്ത് പുത്തൻവാദി പറയുന്നു, വഫാത്തായതിനു ശേഷം വിളിച്ചൂടാ, പറഞ്ഞൂടാ. അങ്ങനെയാണോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്? ഇനി നിങ്ങൾ നോക്കൂ, ആ ഹദീസിന്റെ ബാക്കി ഭാഗം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയും കൂടി കാണാം, ഉദ്കുറുനാ ഇൻദ റബ്ബിക, തങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ തങ്ങൾ ഓർമ്മിക്കണേ. അതേ തങ്ങൾ ഞങ്ങളെ കാര്യം പറയണേ. വൽനകും ബിബാലിക, തങ്ങളെ മനസ്സിലെപ്പോഴും ഞങ്ങൾ ഓർമ്മയിലുണ്ടാകണേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ നബിയെ വിളിക്കുന്നു. അതാ പറയുന്നു, വഫാത്തായവരെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സലഫി ഇവിടെ പ്രസംഗിച്ച് നടക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇസ്രാ മിറാജിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചില്ലേ? ആ മിറാജിന്റെ രാത്രിയിൽ, ഇസ്രായിന്റെ രാത്രിയിൽ നബി തങ്ങൾ മിറാജിന് വേണ്ടി ആകാശ ലോകത്തേക്ക് പോയപ്പോൾ
നമ്മൾ ചില വാചകങ്ങൾ പറയുമ്പോൾ ചില സൂക്ഷ്മത പുലർത്തുക. ചിലപ്പോ വിവരമില്ലാത്തവന് മനസ്സിലാവില്ല, അത് സൂക്ഷ്മതക്ക് പറഞ്ഞാന്ന് മനസ്സിലാവില്ല. ഇപ്പൊ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു മിഹ്റാജിന്റെ രാത്രിയിൽ, പിന്നെ ഞാൻ പറഞ്ഞു ഇസ്രായിന്റെ രാത്രിയിൽ. എന്തിനങ്ങനെ പറഞ്ഞു? അതിനൊരു ഉദ്ദേശമുണ്ട്. ഇസ്രാ നടക്കുന്നത് ഭൂമിയിലാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ മക്കത്ത് നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയത്. മിഹ്റാജിന്റെ തുടക്കം ഭൂമിയിലാണ്, എത്തിച്ചേരുന്നത് ആകാശത്താണ്. ആകാശത്തിന്റെ അപ്പുറത്തുമാണ്. അവിടെ രാത്രിയും പകലും ഇല്ല. രാത്രിയും പകലുണ്ടാകുന്ന ഈ ലോകത്താ, അതിന്റെ അപ്പുറത്ത് രാത്രിയും പകല. അതുകൊണ്ടാണ് മിഹ്റാജിനെ പറയുമ്പോ അവിടെ രാത്രി എന്ന് പറയണം എന്നില്ല, അല്ലെങ്കിൽ പറയാൻ ചില സ്ഥലം രാത്രി പകൽ എന്ന് പറയാൻ പറ്റാത്ത സ്ഥലമാണ്. അവിടെയാണ് ഞാൻ അവിടെ മാറ്റി പറഞ്ഞത്. എന്ത് മിഹ്റാജിന്റെ രാത്രി ആദ്യം പറഞ്ഞപ്പോ ഇസ്രായേലിന്റെ രാത്രി അത് അതിനാ. പക്ഷെ അതിനാ പറഞ്ഞതെന്ന് തിരിയാത്ത ഒരുത്തനാണെങ്കിലോ ഇയാൾ എന്തിനാ മാറ്റി പറഞ്ഞെന്ന് ചോദിക്കും. ഇത് സൂക്ഷ്മതക്കാണ് പറഞ്ഞതെന്ന് അവന് മനസ്സിലാവില്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നബിതങ്ങൾ അങ്ങനെ ആകാശ ലോകത്തേക്ക് പോയപ്പോ ഒന്നാം ആകാശത്തിൽ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം നബിതങ്ങളെ സലാം പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയെ ഇത് ഉപ്പാപ്പ ആദം നബിയാണ്, സലാം പറയൂ. നബിതങ്ങൾ സലാം പറയുന്നു. അതേ ആദം നബി അലൈഹിസ്സലാം ആശംസ അർപ്പിക്കുന്നു. മർഹബൻ ബിൻ നബി സ്വാലിഹ് മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹ് വൻ നബി സ്വാലിഹ് എന്ന് പറഞ്ഞ് മർഹബ പറയുന്നു, സ്വാഗതം പറയുന്നു. അവിടുന്ന് മേൽപോട്ട് പല ആകാശങ്ങളിലും ചെന്നപ്പോ അവിടെയെല്ലാം അമ്പിയാക്കളിൽ പലരെയും കാണുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ആകാശത്ത് കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, എന്തൊരു ഭംഗിയാണ്. മൊത്തം ഭംഗിയുടെ പകുതി യൂസുഫ് നബിക്ക് കൊടുത്തതാണ് കാണുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, കേവലം ആത്മാവാണോ കണ്ടത്? അങ്ങനെയാണ് ഈ ഭംഗി കാണാൻ കഴിയോ? അപ്പൊ ശരീരത്തോടുകൂടെ തന്നെയുള്ള വരവല്ലേ അമ്പിയാക്കള് വന്നത്? അത് ആകാശ ലോകത്തല്ലേ? അവരെ മറവ് ചെയ്തത് ഭൂമിയിലല്ലേ? അവരാകാശത്തിലെത്തിയില്ലേ? അങ്ങനെ പോയിട്ട് ആറാമത്തെ ആകാശത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കാണുന്നു. എന്നാൽ അതേ പോക്ക് പോകുന്ന സമയത്ത് നബിതങ്ങൾ മൂസാ നബിയുടെ ഖബറിന്റെ സമീപത്ത് പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മൂസാ നബിയെ ഖബറിൽ കണ്ടിട്ടുണ്ട്. മറർതു ബി മൂസാ ലൈലത ഉസ്രിയ ബി വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി ഔ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ പറഞ്ഞില്ലേ, ഖബറിൽ മൂസാ നബി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ഖബറിൽ നിസ്കരിക്കേണ്ട മൂസാ നബി അലൈഹിസ്സലാമിനെ ആറാമത്തെ ആകാശത്തിൽ കാണുന്നു. അതെങ്ങനെ മൂസാ നബി എവിടെ എത്തിയത്? അതേത് പ്ലെയിനിലാ കയറിപ്പോയത്? ഏത് റോക്കറ്റിലാ കയറിപ്പോയത്? സുഹൃത്തെ, അള്ളാഹുവിന് അള്ളാന്റെ നബിനെ ആകാശത്തിലെത്തിക്കാൻ റോക്കറ്റ് വേണോ? എനിക്കും നിനക്കല്ലേ ഉപകരണത്തിന്റെയും വാഹനത്തിന്റെയും ആവശ്യം? അള്ളാഹുവിന് അവന്റെ ഹബീബായ മഹബൂബികളായ അമ്പിയാക്കളെ ആകാശത്തിലെത്തിക്കാൻ റോക്കറ്റ് വേണോ അള്ളാഹുവിന്? അതെ നിങ്ങൾക്കറിയില്ലേ, ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഒരൊറ്റ ദുആ കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് ആസഫുൽ ബർഖി റളിയല്ലാഹു അൻഹു എന്ന വലി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചത് അത് ലോറി കയറ്റിയിട്ടായിരുന്നു. ഖുർആൻ പഠിപ്പിക്കുന്ന സംഭവമല്ലേ? ആ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അവിടെ കാണുന്നു. ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാണുന്നു. അതിന്റെയും അപ്പുറത്തൊക്കെ ഈ നബിതങ്ങൾ പോകുന്നു. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് പോലും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോകുന്നു. അവിടെ നിന്നെല്ലാം തിരിച്ചു വരുമ്പോൾ നമുക്ക് അതാ 50 നേരത്തെ നിസ്കാരവും വാങ്ങിയിട്ടാണ് വരുന്നത്. അത് നമുക്ക് സ്വർഗം കിട്ടാനാണ്. ആ നിസ്കാരവുമായി വരുന്ന നബിതങ്ങൾ ആറാമത്തെ ആകാശത്തിൽ എത്തിയപ്പോ ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ട്. പക്ഷേ മഹാനവറുകളൊന്നും ചോദിച്ചത് കാണുന്നില്ല. അതേ സമയത്ത് ആറാം ആകാശത്തിൽ എത്തിയപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം ഇടപെടുന്നു. ഓ നബിയെ, തങ്ങളെ ഉമ്മത്തുകൾക്ക് 50 നേരത്തെ നിസ്കാരമൊന്നും താങ്ങാൻ കഴിയൂല. മൂസാ നബിയുടെ നിർദ്ദേശപ്രകാരം 9 പ്രാവശ്യം നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് നബി തങ്ങൾ പോകുന്നു. 5 നേരത്തെ നിസ്കാരം ചുരുക്കി 5 നേരത്തെ നിസ്കാരവുമായി നബി തങ്ങൾ തിരിച്ചു വരുന്നു. മൂസാ നബി അലൈഹിസ്സലാം വഫാത്തായിട്ട് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് മൂസാ നബി ഈ വിഷയത്തിൽ ഇടപെടുന്നത്, സഹായം ചെയ്യുന്നത്. വഫാത്തായി പോയ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് സഹായം ചെയ്യാൻ കഴിയില്ല എന്ന് വാദിക്കുന്ന കക്ഷികളോട് ചോദിക്കട്ടെ, നിങ്ങൾ ബുഖാരിയിലെ ഹദീസ്, സഹീഹ് മുസ്ലിമിലെ ഹദീസ്, ആ ഹദീസുകളൊന്നും നിങ്ങൾ സ്വീകരിക്കൂലേ? ഇനി ഖുർആൻ തന്നെ വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബിയെ നബി തങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും അതിൽ സംശയിക്കാൻ പാടില്ലെന്നും പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തിന്റെ സലഫികൾ അംഗീകരിക്കാത്തത് എന്തേ? ജമാഅത്തുകാരൻ തള്ളിക്കളയുന്നത് അവർക്ക് അമ്പിയാക്കൾക്ക് ബഹുമാനമുണ്ടെന്ന് വന്നുകൂടാ, വഫാത്തിന് ശേഷം അവർക്ക് കറാമത്തുണ്ടെന്ന് വന്നുകൂടാ. ഇനിയിപ്പോ നാളെ ഉണ്ടാവും ചിലപ്പോൾ ഒരു ക്ലിപ്പ്. വഫാത്തിന് ശേഷം അമ്പിയാക്ക് കറാമത്ത് എന്നായി ആള് പറഞ്ഞത്. സാങ്കേതികമായി അതിന് കറാമത്ത് എന്നാ പറയാ. കാരണം മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അവരുടെ ജീവിതകാലത്ത് അവർ സത്യവാന്മാരാണെന്ന് വെല്ലുവിളി സ്വഭാവത്തോടുകൂടെ പ്രകടിപ്പിക്കുന്നതിനാണ് ഇസ്തിലാഹിയായി മുഅ്ജിസത്ത് എന്ന് പറയാം. വഫാത്തിന് ശേഷം നടക്കുന്നതിന് കറാമത്ത് എന്നാണ് സാങ്കേതികമായി പറയാം. പക്ഷെ ആ കിതാബ് ഓതിയിട്ടുണ്ടാവില്ല ഈ ചങ്ങാതി, ഓനുണ്ടാവും ക്ലിപ്പും കൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായി? വിവരമില്ലാത്തവൻ സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ അത് തടയാൻ വേണ്ടി, വിശ്വാസം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഫിത്രി ഫസാദ് പറഞ്ഞു നടക്കുന്ന എന്തൊരു മുസീബത്താണ്. ഓ സഹോദരന്മാരെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ സഹായിക്കുന്നു, നബി തങ്ങളുടെ സഹായം സ്വീകരിക്കുന്നു, തിരിച്ചു പോകുന്നു. അവസാനം 5 നേരത്തെ നിസ്കാരവുമായി മടങ്ങി വരുന്നു. നമ്മുടെ കേരള യാത്രയുടെ സമാപനം 16-ാം തീയതിയേക്ക് മാറ്റി. കാരണം 17-നായിരുന്നു ആദ്യം പറഞ്ഞത്, തിരുവനന്തപുരത്ത്. കാരണം അന്ന് മിഅ്റാജ് നോമ്പാണ്. മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞാൽ റജബ് 27-ാം ദിവസത്തെ നോമ്പ്. റജബ് 27 നോമ്പ് വെൽക്കൽ സുന്നത്താണ് എന്ന് ഫതുൽ തുഹ്ഫയിലുണ്ട്. ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബാണ് തുഹ്ഫ. അതിലുണ്ട്. അത് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹുവിന്റെ കിതാബാണ്. അതിലുണ്ട്. എല്ലാ മാസവും 27 നോമ്പെടുക്കൽ സുന്നത്താണ്. റമദാനിൽ വെച്ചിട്ട്, റമദാൻ പിന്നെ പറയണ്ടല്ലോ, വുജൂബല്ലേ. എല്ലാ മാസവും സുന്നത്താണ്. അപ്പൊ റജബ് 27 നോമ്പെടുക്കൽ സുന്നത്താണെങ്കിൽ ഒരു തർക്കമില്ല. എന്നാൽ പിന്നെ അത് മിഅ്റാജിന്റെ ദിനവും കൂടി ആയതിനാൽ ആ സുന്നത്തിന് കട്ടി കൂടുന്നുണ്ട്. ഒന്നുകൂടി കണ്ടല്ലോ, നമ്മൾ ചിലപ്പോ ഒരു മൊയ്ലിയാരുണ്ട്, ഒരു മൊയ്ലിയാരായ തങ്ങളും ഉണ്ട്. നമ്മളെന്ത് ചെയ്യും? മൊയ്ലിയാരായ തങ്ങളെ കൊണ്ട് ദ്വാരിപ്പിക്കും. കാരണം 2 അഡ്രസ് ഉണ്ട്, തങ്ങളുമാണ് മൊയ്ലിയാരുമാണ്. അപ്പൊ നമ്മൾ ആ ആ തങ്ങളെ കൊണ്ട് ദ്വാരിപ്പിക്കും. അതേസമയത്ത് മൊയ്ലിയാരല്ലാത്ത തങ്ങളുണ്ടോ? മൊയ്ലിയാരല്ലാത്ത തങ്ങൾ എന്നുള്ള ബഹുമാനുണ്ട്. ബഹുമാനപ്പെട്ട പുല്ലൂക്കർ ഉസ്താദ് ഞങ്ങളൊക്കെ പഠിപ്പിച്ചു, തങ്ങന്മാരല്ല, അവർക്ക് ബഹുമാനം. ഇനി തങ്ങന്മാർ തെറ്റ് ചെയ്താലോ ഉസ്താദ് പറയുക മൂത്രത്തിൽ വീണ മുത്തു പോലെയാണ്. മുത്ത് തന്നെയാണ്, കൈ വൃത്തിയാക്കണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് കീശയിലിട്ട് ഇരിക്കാൻ പറ്റില്ല. അത് കഴിയാലോ മുത്ത് തന്നെ, മുത്തിന്റെ വില പറയൂല. അപ്പൊ തങ്ങന്മാർക്ക് എപ്പോഴും ബഹുമാനം, അവർ തെറ്റ് ചെയ്താലും. പക്ഷെ ഈ തെറ്റ് ചെയ്യുന്നതിനെ അംഗീകരിക്കാൻ പാടില്ല. അതെ, സുന്നത്ത് ജമാഅത്തിന് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ അവരെ പിടിച്ച് നമ്മൾ വലിയ വലിയ ആളായി ചിത്രീകരിക്കുമ്പോ ജനങ്ങൾ മനസ്സിലാക്കുമെന്ത്, ആ തങ്ങള് ചെയ്തല്ലോ, പിന്നെ എനിക്കും ചെയ്തുകൂടെ എന്ന് വിചാരിക്കും. വലിയ മുസീബത്തായി. അതുകൊണ്ട് സയ്യിദന്മാര് പ്രത്യേകം ശ്രദ്ധിക്കണം. അറിവുള്ളവരും ഇല്ലാത്തവരൊക്കെ അവർ ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ഒരു തെറ്റും അവർ ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടില്ല. തങ്ങളെ ദീനിന് കേടുവരാൻ പാടില്ല. തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പല് പൊട്ടിത്തെറിച്ച് പോറ്റിയതാണ് ഈ ദീൻ. തലക്ക് മുറിവേറ്റ് പോറ്റിയതാണ് ഈ ദീൻ. കാലിന് മുറിവേറ്റ് പോറ്റിയതാണ് ഈ ദീൻ. ആ ഉപ്പാപ്പാന്റെ പൊരുത്തം കിട്ടണോ? ഉപ്പാപ്പ ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ സ്ഥലത്തും പോകാൻ പാടില്ല. ഉപ്പാപ്പ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതേസമയത്ത് ഒരു സാധാരണക്കാരന് ഒരു തെറ്റ് സംഭവിക്കുമ്പോഴല്ല, അതിൽ ഏത് തങ്ങളെടുത്തും സംഭവിക്കാം, എല്ലായിടത്തും സംഭവിക്കാം. അത് സ്വാഭാവികമാണ്. ഈമാൻ ഉണ്ടെങ്കിൽ അല്ലാഹു തആല തൗബ ചെയ്താൽ പുറത്തു കൊടുത്തു എന്ന് വരും. ഇനി തൗബ ചെയ്തില്ലെങ്കിൽ തന്നെയും, അല്ലാഹ് പുറത്തു കൊടുത്തില്ലെങ്കിൽ തന്നെയും
വലം യതുബ് അൻ ദംബിഹി فأمره مفوض لربه. ഒരുത്തൻ മരിക്കുമ്പോൾ തെറ്റിയതിന് തൗബ ചെയ്തിട്ടില്ല. അങ്ങനെ അവന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റൂല. അത് പടച്ചവൻ തീരുമാനിക്കേണ്ടതാണ്. നമുക്കൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ അല്ലാഹു തആലാക്ക് അത് മാപ്പ് കൊടുത്തുകൂടാ എന്നില്ല. ചിലപ്പോൾ അതിന് കണക്കായ ശിക്ഷ കൊടുത്തിട്ട് ഈമാൻ ഉണ്ടെങ്കിൽ സ്വർഗത്ത് കടത്തും. ഈമാനുള്ള ഒരൊറ്റ ആളെയും കാലകാലം നരകത്തിലിടൂല. അപ്പൊ ഈമാൻ കിട്ടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈമാനില്ലെങ്കിലോ ഖാലിദീന ഫീഹാ അബദാ, എന്നെന്നും നരകത്തിലാണ്. അവിടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതേ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിക്കണം. നബി തങ്ങൾ നമ്മളെ പോലത്തെ മനുഷ്യരാണെന്ന് പറയുന്ന പുത്തൻവാദിയായിക്കൂടാ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്നല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം 1987 ജനുവരിയിൽ എഴുതി വെച്ചത്. സുബ്ഹാനല്ലാഹ്. ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം അടക്കം, ഇബ്നു തൈമിയ അടക്കം ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അമ്പിയാക്കളുടെ ശരീരം മണ്ണിന്ന് ജീർണിക്കൂല എന്ന് എഴുതി വെച്ചിട്ട് പുത്തൻവാദിയായ ജമാഅത്ത് ഇസ്ലാമിക്കാരനും മുജാഹിദും അത് അംഗീകരിച്ചില്ലല്ലോ. അവര് ബഹുമാനിക്കുന്ന പണ്ഡിതന്മാര് തന്നെ പറഞ്ഞിട്ടും അതവര് സ്വീകരിച്ചില്ലല്ലോ. നബിതങ്ങളുടെ ശരീരം ജീർണിച്ച് നശിച്ചു എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? ഏത് യഹൂദികളെ തൃപ്തിപ്പെടുത്താനാണ് ഈ കക്ഷികൾ ഇത് പറഞ്ഞത്? സുഹൃത്തുക്കളെ, നബിതങ്ങളെ ശത്രുക്കളെ കൊണ്ട് ചിരിപ്പിക്കാനല്ലേ. അതുകൊണ്ട് പറയട്ടെ, ഈമാൻ കിട്ടി മരിക്കണോ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഇത് നമ്മളെ ശരിക്കാണയിട്ട് ഉറപ്പിച്ച് പഠിപ്പിച്ച മഹാപണ്ഡിതനും സയ്യിദുമാണ് താജുൽ ഉലമാ. അല്ലാഹു അവിടുത്തെ ഖബറിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ. ആ വിഷയത്തിൽ എനിക്കറിയാം, എന്നോട് വലിയ സ്നേഹമായിരുന്നു നൂറുൽ ഉലമക്ക്. കാരണം എന്തായിരുന്നു? സുന്നത്ത് ജമാഅത്ത് തുറന്നു പറയുന്നു എന്നത് മാത്രമായിരുന്നു. സുന്നത്ത് ജമാഅത്ത് തുറന്നു പറയുന്നത് തന്നെയാണ് എല്ലാ ആലിമീങ്ങൾക്കും അതാ സ്നേഹമുണ്ടാകാൻ കാരണം. അതിനാൽ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് സുഹൃത്തുക്കളെ നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നീട്ടി സംസാരിച്ചു. കാരണം 11:30 മണിന്റെ വണ്ടിക്ക് പോകണം. എവിടുന്ന്? മംഗലാപുരത്ത്. അതിപ്പോ ഓടിയാലെത്തൂ? ഇല്ലല്ലോ. അതുകൊണ്ട് പോക്ക് കാസർകോട്ടേക്കാക്കി മാറ്റി. എന്നാലും ഇപ്പൊ നിർത്തിയാലേ അവിടെ എത്തും. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. പിന്നെ നീട്ടി സംസാരിക്കാൻ പഴയ പോലെ മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ട ഇപ്പൊ ആവുകയില്ല. വയസ്സ് ആയിക്കൊണ്ടിരിക്കുന്നില്ല. കുറേ താടിയല്ല ഇപ്പൊ നല്ല കറുത്തിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും കാണുന്നില്ലേ. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യം തരട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരട്ടെ. 92 വയസ്സായി എനിക്ക്. നിന്നൊരു വയസ്സുള്ള ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ് ഖൈറുക്കും മൻ താല ഉംറുഹു വഹസന അമലുഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ല ദീർഘായുസ് കിട്ടുക, അവിടെ നല്ല കാര്യം ചെയ്യാൻ തൗഫീഖും കിട്ടുക, അവനാണ് നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹു ദീർഘായുസ് ആഫിയത്തോടുകൂടി തഖ്വയോടുകൂടി നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. 1.5 മണിക്കൂർ ഇവിടെ ഓടാനുണ്ട് എന്നാണ് ഈ കത്തിലുള്ളത്. അത് അയാളെ ഡ്യൂട്ടി അയാൾ നിർവഹിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോടാക്കും ദേഷ്യം പിടിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സാലിഹീകളിൽ പെടുത്തട്ടെ. അതുകൊണ്ട് നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാകണം. സുന്നത്ത് ജമാഅത്ത് നശിപ്പിക്കാൻ വേണ്ടി ദുഷ്പ്രചരണം നടത്തുന്ന എല്ലാ ബുഹ്താനി തരീഖത്തുകാരെയും നന്നായി മനസ്സിലാക്കണം. മടവൂർ ശൈഖ് പടച്ചോനാണ് തന്നെ പാട്ട് പാടി. അവൻ തന്നെ ഇപ്പൊ ഈ അടുത്ത് പാട്ട് പാടി. പിന്നെ മാലിക്കുൽ മുലൂക്കാണ്, പിന്നെ പറഞ്ഞ് അർശിന്റെ അധിപനാണ്. ഞാൻ പറഞ്ഞ് പച്ച കുഫറാണ്. ഇതൊരൊറ്റ മുസ്ലിമിന്റെ നാവെന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പാട്ട് എന്നെ പറ്റിയും പാടി.
ഇന്നിപ്പോ വരുമ്പോണ്ട് എനിക്കൊരു ക്ലിപ്പ് എന്റെ കൂടെയുള്ള ആൾ കേൾപ്പിച്ചു തന്നു. നമ്മുടെ സുഹൃത്ത് ഒരാളെ വിളിച്ചിട്ട് ഒരാൾ ചോദിക്കുന്നത്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിന്റെ വീട്ടില് മകളെ കല്യാണം നടന്നിട്ട് 5 ദിവസം, ചുവപ്പ് കല്യാണം, മഞ്ഞ കല്യാണം, പച്ചക്കല്യാണം, 5 ദിവസം കല്യാണം നടന്നു എന്ന് ഇവിടെ ഒരാൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉള്ള ആള് എന്റെ കൂടെ 40 കൊല്ലമായിട്ട് ഒന്നായിട്ട് ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് മറുപടി കൊടുത്ത്, ഞാൻ അങ്ങനെ ഒരു കല്യാണം നടന്ന വിവരം അറിയില്ലല്ലോ, കാരണം എന്റെ പെൺകുട്ടികൾ ഒരാളല്ലോ ഇതുവരെ നടന്നില്ല, ഒരാളെ കല്യാണം നടന്നില്ല. ഞാൻ മുമ്പ് സെൽഫികൾക്കെതിരെ ശക്തിയായി പ്രസംഗിച്ചപ്പോ ഇവിടെ ഈ കന്നഡയിലെ ഒരു പത്രത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി 2ാമതൊരു വിവാഹം കന്നഡയിൽ നിന്ന് കഴിച്ചു എന്നാണ്. ഞാൻ ആ വിവരം അറിയില്ല. ഈ രൂപത്തിൽ പച്ചക്കള്ളം പ്രചരിപ്പിച്ചിട്ട് ദീന് നശിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരുണ്ട്. അതിലൊന്നും മുസ്ലിമുകൾ പെട്ടുപോകരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു തആല നമ്മളെല്ലാവരും സാലിഹ്യങ്ങൾ പെടുത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഒരുപാട് സ്ത്രീകളുണ്ട്, അല്ലാഹ് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. ഇവിടെ സംഘാടകർ വന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ഈ സദസ്സിലെടുക്കുന്ന എല്ലാ പിരിവും സിറാജുൽ ഹുദക്കാണ്. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. സിറാജുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനത്തിന് വലിയ സംഖ്യ ആവശ്യമുണ്ട്, ഒരുപാട് കോടികൾ ആവശ്യമുണ്ട്. ഒറ്റ മാസത്തിൽ ചെലവ് ചെയ്യണേ 95 ലക്ഷം രൂപയാണ് ചെലവിന് മാത്രം, ഭക്ഷണവും വെള്ളമൊക്കെ. നമ്മുടെ ഈ ഉസ്താദ് ഉണ്ടല്ലോ, മൂപ്പരിങ്ങനെ നിങ്ങൾ വീട്ടിലും വരുമ്പോൾ നല്ല സംഭാവന കൊടുത്തേക്കണം. എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ. ഒരു മാസത്തിൽ എത്രയോ ചെലവ്. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. എല്ലാ കടങ്ങളിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. കടങ്ങളൊന്നും ഇല്ലാതെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം. താജുൽ ഉലമന്റെയും നൂറുൽ ഉലമന്റെയും പേരിൽ അതിലിടക്ക് എല്ലാവരും നല്ല സംഭാവനയും കൊണ്ടുവന്ന് തരണം.